അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഒത്തിരി കാത്തിരുന്ന് ഇതാ കേറ്ററ്റിന്റെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടുണ്ട് കേട്ടോ. റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ ചോദിക്കുന്നത് നേരത്തെ വന്ന ആൻസർ കീ എന്താണ്? നേരത്തെ വന്നത് പ്രൊവിഷണൽ ആൻസർ കീ ആണ് കേട്ടോ. ആ പ്രൊവിഷണൽ ആൻസർ കീയില് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി കിടക്കുന്നുണ്ടായിരുന്നല്ലോ. ചിലക്കൊക്കെ നിങ്ങൾ സംശയമില്ലേ, ചിലരൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ കംപ്ലൈന്റ് ഒക്കെ നോക്കി ഓക്കെ ആയിട്ടുള്ളത് മാത്രം അതിന് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത്. വീണ്ടും നേരത്തെ പ്രൊവിഷണൽ ആൻസർ കീ വന്നതുപോലെ കംപ്ലീറ്റ് ആയിട്ടല്ല വരുന്നത് കേട്ടോ. അവിടെ വന്നിട്ടുള്ള ഓപ്ഷൻ മാറി കിടന്നിട്ടുള്ളത് ഏതാണ്, അതിൻ്റെ മാറി. അതുപോലെ തന്നെ ഇന്ന ക്വസ്റ്റ്യൻ റോങ് ആണ്, അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. അത് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെക്ടിഫൈഡ് ആൻസർ കീ അഥവാ ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോർഡർ ലൈനിലേക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ വേഗം തന്നെ അവരെന്ത് ചെയ്യുക, കേറ്ററ്റിന്റെ പരീക്ഷാ ഭവൻ സൈറ്റിൽ നോക്കിയാൽ തന്നെ അവിടെ റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് കാണാവുന്നതാണ്. അപ്പൊ അത് നോക്കിയിട്ട് ആ മാറ്റങ്ങൾ നിങ്ങൾ നോക്കുക കേട്ടോ. മാറ്റങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പൊ ചില സബ്ജക്റ്റിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നേരത്തെ വന്ന പ്രൊഫഷണൽ കീ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങൾ വന്നത്, മിസ്റ്റേക്ക് വന്നത് ഒക്കെയാണ്, ചേഞ്ചസ് വന്നതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ജയിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടാകും. നേരത്തെ ബോർഡർ ലൈനിൽ നിന്നിട്ടുള്ളവർ അവർ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായിരുന്നാലും ഇനി വൈകാതെ തന്നെ ഉടനെ റിസൾട്ട് വരുന്നതായിരിക്കും. റിസൾട്ട് വന്നാലും വിജയിച്ച ആളുകൾ നിങ്ങളുടെ പഠനം നിർത്തരുത്. PSC ആണ് ലക്ഷ്യം, അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുക. പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ തീരുമാനം എടുക്കുന്നു, ഇനി ഞാൻ എഴുതുന്നില്ല, ഇതോടെ നിർത്തി. അങ്ങനെ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിനോട് ചോദിച്ചാൽ മതി അല്ലെ. ഈ ഒരു പരാജയം കൊണ്ട് മാറ്റി നിർത്തേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ടീച്ചർ ആകുക, ഒരു അധ്യാപികയാകുക, ഒരു ഗവൺമെന്റ് സ്റ്റാഫ് ആകുക എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അല്ലെ, ഒരു വലിയ ആഗ്രഹമാണ്. ആ ഒരു വലിയ ആഗ്രഹത്തിന് ചെറിയ ചെറിയ തോൽവികൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറ്റി വെക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പോരായ്മ, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്, എവിടെയാണ് നിങ്ങളുടെ പഠനത്തിലെ കുറവുണ്ടായത്, ഇതൊക്കെ സ്വയം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക കേട്ടോ. ഒരു സെൽഫ് അസസ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എന്നിട്ട് ആ കുറവിനെ മനസ്സിലാക്കിക്കൊണ്ട്, ആ കുറവ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവിടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്കാകാം, ചിലപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കുകൾക്കാകാം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ കുറവിനെ നികത്തി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കേവലം ഒരു തോൽവി കൊണ്ടോ 2 തോൽവി കൊണ്ടോ നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും എന്ത് ചെയ്യരുത് മക്കളെ, നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പൊ തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്നാണെന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ അതിനൊന്നും നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ, നമ്മുടെ അക്ലോറയിൽ കേറ്ററ്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് കുട്ടികൾ, അതും ഒരുപാട് ഇയറിന് ശേഷം പഠിച്ചിട്ടില്ല. അതാണ് നമുക്ക് അക്ലോറയിൽ കിട്ടിയുള്ള ഒരു ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറെ വർഷങ്ങൾക്ക് ശേഷം, കുറെ ഗ്യാപ്പിന് ശേഷം വന്നിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസും ഇല്ലാതെ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. സാർ ഇനി എനിക്ക് പറ്റുമോ, കാരണം ഞാൻ 15 വർഷമായി അല്ലെങ്കിൽ 14 വർഷമായി കഴിഞ്ഞിട്ട് ഇനി കേറ്ററ്റ് പാസ്സാകാൻ പറ്റുമോ എന്ന് കരുതിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് അക്ലോറ അവരോട് പറയുന്നത്. അപ്പൊ അവരൊക്കെ നമ്മൾ പാസ്സായി എന്ന് കേൾക്കുമ്പോൾ, മെസ്സേജിലൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾക്കും അതേപോലെ ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയും. പക്ഷേ കൃത്യമായിട്ടുള്ള പഠനവും പരിശീലനവുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അക്ലോറയിൽ കേറ്ററ്റിന്റെ കോച്ചിങ്ങിനെ കുറിച്ച്, ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യും. ഒത്തിരി പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നേരത്തെ തോക്കുമെന്ന് അവർക്ക് ഒരു ഉറപ്പുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർ റിസൾട്ട് ഒന്ന് പ്രൊവിഷണൽ ആൻസർ കീ പോലും നോക്കാതെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ പഠനം തുടങ്ങാമെന്നുള്ള രൂപത്തിൽ. സോ നിങ്ങളും അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ എന്താ ചെയ്യുക, നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങും കേട്ടോ. നിരാശ ഒന്നും വേണ്ട. അടുത്തൊരു എക്സാം എന്തായാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കേറ്ററ്റിന്റെ പുതിയ അപ്ഡേഷൻസും പുതിയ ക്ലാസ്സുകളൊക്കെ മാറ്റി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.